الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ألم تر أن الله أنزل من السماء ماء فسلكه ينابيع في الأرض ثم يخرج به زرعا مختلفا ألوانه ثم يهيج فتراه مصفرا ثم يجعله حطاما إن في ذلك لذكرى لأولي الألباب 21-ാമത്തെ ആയത്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആയത്തിന്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അതിന് അല്ലാമത്തു സഅദി റഹ്മഹുല്ലാ നൽകിയിട്ടുള്ള തഫ്സീർ കൂടി നമുക്ക് വായിക്കാം. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ. ആയത്ത് അല്ലാഹു ആരംഭിക്കുന്നത് നീ കണ്ടിട്ടില്ലേ എന്ന ചോദ്യത്തോടു കൂടിയാണ്. അലം അതില് ഹംസ ഇസ്തിഫ്ഹാമിനുള്ളതാണ്. ലം എന്ന് പറയുന്നത് മുളാരിയായ ക്രിയക്ക് ജസ്മ് കൊടുക്കുന്ന ജവാസിമിൽപ്പെട്ടിട്ടുള്ള അദാത്താണ്. യറ അവൻ കാണുന്നു, തറ നീ കാണുന്നു, ലം തറ നീ കണ്ടിട്ടില്ലേ അഥവാ നീ ചിന്തിച്ചിട്ടില്ലേ എന്നാണ് ഉദ്ദേശം. റഅ എന്ന് പറയുന്നത് കാണുക, അത് അകക്കണ്ണ് കൊണ്ടുള്ള കാഴ്ചക്കും റഅ എന്ന് തന്നെയാണ് പറയാ. അപ്പൊ നീ അകക്കണ്ണ് കൊണ്ട് കാണുന്നതിന് നമ്മൾ പറയുന്നത് ചിന്തിക്കുക എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയാ. നീ ആലോചിച്ച് നോക്കിയിട്ടില്ലേ, ചിന്തിച്ച് നോക്കിയിട്ടില്ലേ? എന്ത് കാര്യം? അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ, നിശ്ചയമായും അല്ലാഹു ഉപരിയിൽ നിന്ന് വെള്ളമിറക്കിയിട്ടുള്ളത്, നിശ്ചയമായും അല്ലാഹു ഉപരിയിൽ നിന്ന് വെള്ളം ഇറക്കി. ഫസലകഹു, അങ്ങനെ ആ വെള്ളത്തെ അവൻ പ്രവേശിപ്പിച്ചു. സലക യസ്ലുകു എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിച്ചു. സലക്ക പ്രവേശിച്ചു ചിലപ്പോൾ ലാസിമായ അർത്ഥത്തിൽ വരും, ചിലപ്പോൾ മുതഅദ്ദിയായ അർത്ഥത്തിൽ വരും. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഹദീസിൽ അങ്ങനെയുണ്ടല്ലോ, ഒരു വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ, ഇവിടെ പ്രവേശിക്കല്ല, ഫസലകഹു ആ വെള്ളത്തെ അവൻ പ്രവേശിപ്പിച്ചു. സലക്കന്റെ ഫാഇൽ ഇവിടെ അല്ലാഹു ആണ്. ഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളത്തെയാണ്, മാഇലേക്ക് മടങ്ങുന്നു ലമീർ. എവിടെ പ്രവേശിപ്പിച്ചു? യനാബിഅ ഫിൽ അർദ്, ഭൂമിയിലുള്ള
യനാബിയകളിൽ യംബൂ എന്നതിന്റെ ബഹുവചനമാണ് യനാബിയ. യംബൂഉൻ ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅ. ഞങ്ങള് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞത്, നിന്നെ ഞങ്ങൾ വിശ്വസിക്കൂല, ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂഅൻ, ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഒരു അരുവി പൊട്ടിയൊലിപ്പിച്ച് തരണം. അങ്ങനെയുള്ള ഉറവകൾക്കാണ്, അരുവികൾക്കാണ് യംബൂഅ എന്ന് പറയുന്നത്. അപ്പൊ ഉറവകളിലൂടെ, ഭൂമിയുടെ ഉള്ളിലൂടെ വെള്ളം സഞ്ചരിക്കും, അന്തർഭാഗത്തു കൂടെ വെള്ളങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം സഞ്ചരിക്കുന്ന അത് പുറത്തേക്ക് വരുമ്പോൾ അതിന് നമ്മൾ ഉറവ, അരുവി എന്നൊക്കെ പറയും. അത് ഉള്ളിലൂടെ അത് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രവഹിക്കുന്ന, എന്നിട്ട് ചില സ്ഥലങ്ങളിൽ വെച്ച് അത് പുറത്തേക്ക് നിർഗളിച്ചു വരുന്നു. ആ വെള്ളത്തിന്റെ ആ പ്രവാഹവും, അന്തർഭാഗത്തു കൂടെയുള്ള പ്രവാഹവും പുറത്തേക്ക് പൊട്ടിയൊലിച്ച് നിർഗളിച്ചു വരുന്നതുമാണ് യംബൂഅ. അങ്ങനെയുള്ള ഉറവകളിൽ ആ വെള്ളത്തെ അള്ളാഹു പ്രവേശിപ്പിച്ചു. സുമ്മ യുഖ്രിജു ബിഹി സർഅൻ, പിന്നീട് ആ വെള്ളം കൊണ്ട് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു സർഅൻ, കൃഷികളെ, മുഖ്തലിഫൻ അൽവാനുഹു, വിവിധ ഇനങ്ങളായിട്ടുള്ള, ഏതെങ്കിലും ഒരിനോ രണ്ടിനോ 10 ഒന്നും അല്ല, പല ഇനങ്ങൾ. ലൗന് അൽവാന് നിറം എന്നാണ്, ഇനം എന്നാണ്. അതുകൊണ്ട് ഇനത്തിനാണ് ലൗന് എന്ന് പറയാം. അങ്ങനെ ആ കൃഷി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ സുമ്മ യഹീജു, അതിന്റെ വളർച്ച പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് അത് ഉണങ്ങിപ്പോകുന്നു, അതിന് പകർച്ച സംഭവിച്ച് ഉണങ്ങിപ്പോകുന്നു. ആജ യഹീജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്ന യുബുസ്, ഉണങ്ങിപ്പോകുക. അതിന് സംഭവിക്കുന്ന ജഫാഫ്, ആ അരുവി അല്ലെങ്കിൽ ആ സസ്യം അത് ഉണങ്ങിപ്പോകുന്നു. ഫതറാഹു മുസ്ഫറ, അങ്ങനെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ആകെ മഞ്ഞളിച്ചു പോയതായി നിനക്ക് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനെ അള്ളാഹു ഹുത്താമാക്കി തീർക്കും, പൊട്ടി തകർന്നിട്ടുള്ള തുരുമ്പുകളാക്കി തീർക്കും. അതിന്റെ ഇലകളും അതിന്റെ കാണ്ഡങ്ങളും എല്ലാം തന്നെ പൊട്ടി തകർന്ന് വീണ് തുരുമ്പായി ചപ്പു ചവറുകളായി മാറിയിട്ടുണ്ടാകും. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്, നിശ്ചയമായും ഈ ഒരു പ്രതിഭാസം അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമായ വലിയൊരു പ്രതിഭാസമാണ്. അതിലുണ്ട് ലദിക്റ, ഒരു ഉണർത്തലുണ്ട്. നമ്മെ ഉണർത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പ്രതിഭാസത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഇത് സസ്യലോകത്ത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ ജന്തുലോകത്തും ആവർത്തിക്കും. നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഉണങ്ങാനും പകർച്ച സംഭവിക്കാനും ഉണങ്ങാനും തുടങ്ങും. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ അത് കച്ചിത്തുരുമ്പുകൾ പോലെ പൊട്ടിത്തകർന്ന് തുരുമ്പായി തീരുന്നു, ധൂളിയായി തീരുന്നു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ വീണ്ടും ഈ സൃഷ്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ, ആ സസ്യങ്ങളുടെ വിത്തുകളിൽ നിന്ന് വീണ്ടും ഒരു മഴ ഇറങ്ങുമ്പോൾ, അള്ളാഹിന്റെ ഒരു കൽപ്പന വരുമ്പോൾ അവ എഴുന്നേറ്റ് വരുന്നത് പോലെ, അവ ഉയർന്നു പൊങ്ങുന്നത് പോലെ ഈ ഭൂലോകത്ത് നിന്ന് ജന്തുലോകവും അള്ളാഹുവിന്റെ ഒരു കൽപ്പന മുകളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരികയും പൊങ്ങി വളരുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അതിൽ ദിക്റ ഉണ്ട് ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്. ഇതിന്റെ വ്യാഖ്യാനമായി സഅദി പറയുന്നത് വായിക്കാം. യുദക്കിറു തആല ഉലിൽ അൽബാബ്, യുദക്കിറുല്ലാഹു തആല ഉലിൽ അൽബാബ്. ഉന്നതനായ അള്ളാഹു അവൻ ഉണർത്തുകയാണ്. ദക്കറ യുദക്കിറു, അവൻ ഉണർത്തുന്നു. ആരെ? ഉലിൽ അൽബാബ്, ലുബുള്ള ആളുകളെ, കാമ്പുള്ള ബുദ്ധിയുള്ള ആളുകളെ. എന്തിനെ കുറിച്ചാണ് അള്ളാഹു ഉണർത്തുന്നത്? മാ അൻസലഹു മിനസ് സമാഇ മിനൽ മാ, അവൻ ഇറക്കിയിട്ടുള്ളതിനെ കുറിച്ച്. മാ, ഒന്നിനെ കുറിച്ച്. അൻസലഹു, അതിനെ അവൻ ഇറക്കിയിട്ടുണ്ട്. മിനസ്സമാ, ഉപരിയിൽ നിന്ന്. ഉപരിയിൽ നിന്ന് അവൻ ഇറക്കിയിട്ടുള്ള മിനൽ മാ അഥവാ വെള്ളം, ആ വെള്ളത്തെ കുറിച്ച് അള്ളാഹു ഉണർത്തുകയാണ്.
വഅന്നഹു അതേ പ്രകാരം നിശ്ചയമായും അവൻ സലക്കഹു ആ വെള്ളത്തെ അവൻ പ്രവേശിപ്പിച്ചിരിക്കുന്നു, കടത്തിവിട്ടിരിക്കുന്നു. യനാബിഅ ഫിൽ അർദ് ഭൂമിയുടെ ഉള്ളിലുള്ള, ഭൂമിയുടെ അന്തർഭാഗത്തുള്ള യനാബി ആയിട്ട്. എമ്പുവഴി യനാബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉറവകളായിട്ട്. ഉറവകൾ നമ്മൾ പുറത്ത് കാണുമ്പോൾ ഉറവ എന്ന് പറയും, അത് ഭൂമിയുടെ അന്തർഭാഗത്തു കൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവഹിക്കുന്ന വെള്ളത്തിന്റെ ഉറവകളിലൂടെ അള്ളാഹു ആ മഴയെ പ്രവേശിപ്പിച്ചു. ഐ ഔദഅഹു ഫീഹാ യംബുഅൻ എന്ന് വെച്ചാൽ ഔദഅഹു അള്ളാഹു അവൻ ഉപരിയിൽ നിന്നിറക്കിയ വെള്ളത്തെ നിക്ഷേപിച്ചിരിക്കുന്നു. ഫീഹ ഫിൽ അർദ് ഭൂമിയിൽ, ഭൂമിക്കുള്ളിൽ. ഏത് ഫോമിലാണ്, ഏത് ഷേപ്പിലാണ് ആ വെള്ളത്തെ അവൻ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നത്? യംബുഅൻ ഉറവകളായിട്ട്. യുസ്തഖറജു ബിസുഹൂലത്തിൻ വയുസ്രിൻ, യുസ്തഖറജു ബിസുഹൂലത്തിൻ വയുസ്രിൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ യുസ്തഖറജു അതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ബിസുഹൂലത്തിൻ വളരെ എളുപ്പം. ഇസ്തഖറജ പറഞ്ഞ പുറത്തേക്കെടുക്കുക. ബിസുഹൂലത്തിൻ വളരെ സഹലായിട്ട്, എളുപ്പത്തിൽ. വയുസ്രിൻ എളുപ്പത്തോടു കൂടി, വളരെ എളുപ്പത്തിൽ പുറത്തെടുക്കാവുന്ന വിധത്തിലുള്ള എംബുകളിലായി, ഉറവകളിലായി ആ വെള്ളത്തെ അവൻ നിക്ഷേപിച്ചിരിക്കുന്നു. സുമ്മ യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനുഹു പിന്നെ ആ വെള്ളം കൊണ്ട് യുഖ്രിജു ബിഹി, യുഖ്രിജു ബിദാലിക്കൽ മാ ആ വെള്ളം കൊണ്ട് അല്ലാഹു ഉൽപാദിപ്പിക്കുന്നു, പുറത്തു കൊണ്ടുവരുന്നു, അഥവാ ഉൽപാദിപ്പിക്കുന്നു. സർഅൻ കൃഷിയെ, മുഖ്തലിഫൻ അൽവാനുഹു, മുഖ്തലിഫൻ അൽവാനുഹു ആ കൃഷി വ്യത്യസ്ത തരത്തിലുള്ളതാണ്, വ്യത്യസ്ത നിറങ്ങളിലുള്ളതാണ്. ലൗന് എന്നതിന് ഭാഷയിൽ നിറം എന്ന് പറയും. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ശരിയാണ്. പിന്നെ ലൗന് എന്നത് ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഇനങ്ങൾക്കും തരങ്ങൾക്കുമാണ്. പല ഇനങ്ങൾ, പല തരങ്ങൾ, പല വർണ്ണത്തോടു കൂടിയവ. അത് മിൻ ബുർരിൻ ചിലപ്പോ ഗോതമ്പുണ്ടായിരിക്കും, വദറത്തിൻ അതുപോലെ തന്നെ അത് ചോളം ഉണ്ടായിരിക്കും, വശഈരിൻ അതുപോലെ ബാർലി ഉണ്ടായിരിക്കും, വറുസിൻ അതുപോലെ തന്നെ അരി ഉണ്ടായിരിക്കും, വഗൈരി ദാലിക് ഇതൊക്കെ വ്യത്യസ്ത ഇനങ്ങളാണ്. അതിനോരോന്നിനും അതതിൻ്റെതായ പ്രത്യേകമായ വർണ്ണത്തോടു കൂടിയവയാണ്. എങ്ങനെ വ്യത്യസ്ത വർണ്ണത്തിലുള്ള, വ്യത്യസ്ത തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ആ വെള്ളം കൊണ്ട് അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്നു. സുമ്മ യഹീജു പിന്നീട് യഹീജു ഐ യൈബസു വയജിഫു ആ സസ്യം അത് ഉണങ്ങിപ്പോകുന്നു. അതിലെ വെള്ളമൊക്കെ ചോർന്ന് അത് നല്ല തഴച്ചു നിന്നിരുന്ന ആ വൃക്ഷം അല്ലെങ്കിൽ ആ ചെടി, അതിന്റെ വെള്ളം വറ്റി അത് ഉണങ്ങിപ്പോകുന്നു. അതിന് പകർച്ച സംഭവിക്കുന്നു. ഇൻദസ്തിക്മാലിഹി വളർച്ച അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ, പൂർണ്ണതയിൽ എത്തുന്നത് വരെ അത് നന്നായി തഴച്ചു വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് ഉണക്കം സംഭവിക്കുകയാണ്, അത് ഉണങ്ങിപ്പോകുന്നു. ഔ ഹുദൂസി ആഫത്തിൻ ഫീ ഒന്നുകിൽ വളർച്ച പൂർത്തിയാകുമ്പോഴാണ് അത് ഉണങ്ങാൻ തുടങ്ങുന്നത്, അതിന് പകർച്ച വരുന്നത്. അല്ലെങ്കിൽ ഔ ഹുദൂസി ആഫത്തിൻ ഫീഹി ആ കൃഷിയിൽ അല്ലെങ്കിൽ ആ ചെടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ സംഭവിക്കുമ്പോഴാണ്. ഫതറാഹു മുസ്ഫറൻ അങ്ങനെ അത് ഉണങ്ങി തുടങ്ങിയാൽ പിന്നെ അതിനെ നിനക്ക് കാണാൻ സാധിക്കും മുസ്ഫറൻ മഞ്ഞ നിറത്തിലായി തീർന്നത്. ഇസ്ഫറ മഞ്ഞയായി തീരാ പറയാം. അങ്ങനെയാണ് സസ്യങ്ങളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കോലിന് ഒരു പൊതുവായ കളറുണ്ട്, ഒരു ലേശം മഞ്ഞ കളറിലായിരിക്കും. ആ ഇസ്ഫിറാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ചപ്പുകൾ, അതിന്റെ ചവറുകൾ, അതിന്റെ വൈക്കോലുകൾ ഉണങ്ങി അത് വൈക്കോലായി ഒരു മഞ്ഞ കളറിൽ നിനക്ക് കാണാൻ സാധിക്കും. സുമ്മ യജ്അലുഹു ഹുത്വാമൻ പിന്നീട് അതിനെ ചവറാക്കി തീർക്കും അവൻ. ഹുത്വാമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളുടെയും മറ്റുമൊക്കെ
ഇലകളും അതുപോലെ തന്നെ പട്ടകളും എല്ലാം തന്നെ തകർന്ന് പൊടിഞ്ഞു കിടക്കുന്നതിനാണ് പറയാം മുതകസ്സിറൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതെല്ലാം പൊട്ടി പോയിട്ടുണ്ട്. ഇതുവരെ ഒരു ഒരു തെങ്ങാണെങ്കിൽ ആ തെങ്ങിന്റെ പട്ട നല്ല ഇലച്ചു നിൽക്കുന്ന പച്ച നിറത്തിലുണ്ടായിരുന്ന നല്ല പട്ട അത് പിന്നെ മഞ്ഞയായി, പിന്നെ അത് ഉണങ്ങി താഴെ വീണ്, പിന്നെ ഓരോ അതിന്റെ ഓലകളും വേർപെട്ടു, പിന്നെ അതൊരു ചവറ് പോലെയായി തീർന്നു. മുതകസ്സിറൻ, പൊട്ടി പോയിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ഈ മാറ്റത്തിൽ, സസ്യലോകത്തിന്റെ ഈ ഒരു സംക്രമണം, ഈ ഒരു സൈക്കിളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉണർത്തലുണ്ട്. ആർക്കാണ് അതിൽ റിമൈൻഡർ ഉള്ളത്? ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരായ ആളുകൾക്ക്. യദ്കുറൂന ബിഹാ ഇനായത റബ്ബിഹിം, യദ്കുറൂന ബിഹാ, ബുദ്ധിയുള്ള ആളുകൾ അനുസ്മരിക്കുന്നു. ബിഹ, ഈ ദൃഷ്ടാന്തം കണ്ടിട്ട്, അള്ളാഹു ചെയ്യുന്ന ഈ പണി കണ്ടിട്ട്. ഇനായത റബ്ബിഹിം വറഹ്മതിഹി ബിഇബാദിഹി, ഇനായത റബ്ബിഹിം, അവരുടെ റബ്ബ് എന്തുമാത്രം കരുതലാണ്, എന്തുമാത്രം ഇനായത്ത്, ശ്രദ്ധയാണ് കൊടുക്കുന്നത്. വറഹ്മതിഹി, എന്തുമാത്രം കാരുണ്യമാണ് കാണിക്കുന്നത്. ബി റബ്ബിഹി ബിഇബാദിഹി, അവന്റെ അടിയാറുകൾക്ക്. അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് എന്തുമാത്രം കാരുണ്യവും ശ്രദ്ധയും നൽകുന്നു എന്നത് ഇത് കണ്ടിട്ട് അവർ ശ്രദ്ധിക്കുന്നു, അവർ ഓർക്കുന്നു. ഹൈസു യസ്സറ ലഹും ഹാദൽ മാ, അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹം, അവരോടുള്ള കരുതൽ. യസ്സറ ലഹും, അവൻ അവർക്ക് വളരെ എളുപ്പമാക്കി കൊടുത്തു. ഹാദൽ മാ, ഈ വെള്ളത്തെ, ഉപരിയിൽ നിന്ന് ആ വെള്ളം അവരുടെ ആവശ്യാനുസാരം അള്ളാഹു ഇറക്കിക്കൊടുത്തു, വർഷാവർഷം ഇറക്കിക്കൊടുത്തു. അവർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ യഥേഷ്ടം വന്ന് പെയ്തു. അവർക്കും അവരുടെ കന്നുകാലികൾക്കും ഇഷ്ടം പോലെ കുടിക്കാനും അതുപോലെ ഉപയോഗിക്കാനും മാത്രം ആ വെള്ളം അള്ളാഹു ഇറക്കിക്കൊടുത്തു. എന്ന് മാത്രമല്ല, അങ്ങനെ ഉപരിയിൽ നിന്നിറങ്ങിയ വെള്ളത്തെ അങ്ങ് പാഴായി പോകാൻ വിട്ടില്ല. വഖസ്സനഹു, അതിനെ അവൻ ശേഖരിച്ചു വച്ചു. ബിഖസാഇനിൽ അർള്, ഭൂമിയിലുള്ള അതിന്റെ സംഭരണികളിൽ. ഖസാഇൻ എന്ന് പറഞ്ഞാൽ സംഭരിച്ചു വെക്കുന്ന സ്ഥലം. ഖസ്സന എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്തു വെച്ചു. ഉപരിയിൽ നിന്ന് ഭൂലോകത്തേക്ക് ഇറക്കിയിട്ടുള്ള വെള്ളം അള്ളാഹു സുബ്ഹാനഹു വ തആല വൃഥ ഒലിച്ചുപോയി പാഴായി പോകാൻ വിട്ടില്ല. മറിച്ച് അതിനെ ഈ ഭൂമിയിൽ തന്നെ അവൻ തഹ്സീൻ ചെയ്തു, സംഭരിച്ചു വെച്ചു. ബിഖസാഇനിൽ അർള്, ഭൂമിയിലുള്ള സംഭരണികളിൽ. ഭൂമിയിലുള്ള ഈ സംഭരണികളെയാണ് യംബൂൾ യനാബീ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഉറവകളുടെ രീതിയിലാണ്. ഭൂമിക്കുള്ളിലൂടെ അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ അത് പുറത്തേക്ക് വരണമെന്ന് അള്ളാഹു തീരുമാനിക്കുമ്പോൾ അവിടെ അത് ഉറവയായിട്ട് പുറത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ മനുഷ്യൻ കിണറ്, കുളം പോലുള്ള കാര്യങ്ങൾ കുഴിച്ചു നോക്കുമ്പോൾ ആ പ്രവാഹം അതിലേക്ക് എത്തുമ്പോൾ അവിടെ വെള്ളം കിട്ടുന്നു. തബഅൻ ലിമസാലിഹിഹിം, അവരുടെ ഉത്തമ താല്പര്യങ്ങൾക്ക് അനുസൃതമായി. തബഅൻ, അതിനെ പിന്തുടർന്ന്, അതിനനുസൃതമായി. ഏതിന്? അവരുടെ അടിയാറുകളുടെ, അള്ളാഹുവിന്റെ അടിയാറുകളായ സൃഷ്ടികളുടെ മസാലിഹുകൾ. മസ്ലഹത്ത്, മസാലിഹ് എന്ന് പറഞ്ഞാൽ ഉത്തമമായ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട്. വയദ്കുറൂന ബിഹി, ഈ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവർ പിന്നീട് ഓർക്കാൻ പോകുന്നത് കമാല ഖുദ്റതി, അള്ളാഹുവിന്റെ അപാരമായ പരിപൂർണമായ കഴിവിനെ കുറിച്ചാണ്. ഖുദ്റത്ത്, അള്ളാഹിന്റെ കഴിവ്. ആ കഴിവിന്റെ പൂർണ്ണത അതവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അതവർ ഓർക്കുന്നു. വഅന്നഹു യുഹ്യിൽ മൗത, ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാര്യം, സസ്യലോകം വർഷാവർഷങ്ങളിൽ ഇപ്രകാരം നശിക്കുകയും നശിച്ചിടത്തു നിന്ന് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും അള്ളാഹു ചെയ്യുന്നു എങ്കിൽ മനുഷ്യരും മനുഷ്യരല്ലാത്ത മറ്റു ജന്തുജാതികളും ജന്തുലോകം മൊത്തം അള്ളാഹുവിന്റെ ഒരു കൽപ്പന അവൻ ഇറക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തുന്ന അതേ ലാളിത്യത്തിൽ അവര് എഴുന്നേറ്റ് വരും, അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടും, ഒരു പുനരുത്ഥാനത്തിന് വിധേയമാക്കപ്പെടും എന്ന കാര്യവും അവർ ഈ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. കമാ അഹ്യൽ അർള ബഅദ മൗതിഹ, ഭൂമി നിർജീവമായതിനു ശേഷം പുനരുജ്ജീവിപ്പിച്ചതുപോലെ. കമാ അഹ്യ, അവൻ ജീവിപ്പിച്ചതുപോലെ. അൽ അർള, ഭൂമിയെ, ബഅദ മൗതിഹ, അത്
അത് മരിച്ചു പോയതിനു ശേഷം, ചത്തുപോയതിനു ശേഷം, നിർജീവമായതിനു ശേഷം വയദ്കുറൂന ബിഹി അന്നൽ ഫാഇല ലിദാലിക ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ. മാത്രമല്ല ഈ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അതിലൂടെ അവർ ഓർക്കുന്നത് അന്നൽ ഫാഇല ലിദാലിക്, ഇതെല്ലാം ചെയ്യുന്നവൻ, സസ്യലോകത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നവൻ, വെള്ളമിറക്കുന്നു, അത് ഉപരിയിൽ നിന്ന് വെള്ളമിറക്കുന്നു, ആ വെള്ളം പാഴായി പോകാതെ ഭൂമിയുടെ അന്തർഭാഗത്ത് യനാബിയഴുകളിൽ, ഉറവകളിൽ അവൻ ശേഖരിച്ചു വെക്കുന്നു. ആവശ്യാനുസരണം അത് പുറത്തെടുക്കാൻ അവർക്ക് പറ്റുന്നു. ആ വെള്ളം ഉപയോഗിച്ച് അവൻ സസ്യലതാദികളെ മുളപ്പിക്കുന്നു. ആ സസ്യങ്ങൾ അത് വളർന്നു കഴിഞ്ഞാൽ, വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അതിന്റെ വളർച്ച പൂർത്തിയാകുന്നത് വരെ നന്നായി മുന്നോട്ട് പോകുന്നു. വളർച്ച പൂർത്തിയാകുമ്പോൾ അത് ഉണങ്ങുകയും മഞ്ഞ നിറമായി തീരുകയും ചെയ്യുന്നു. വീണ്ടും അത് പിന്നീട് ചപ്പ് ചവറുകളായി വൈക്കോലും ചപ്പും ചവറുമായി മാറുന്നു. ആ ഒന്നുമല്ലാതെ ചത്തുപോയ നിർജീവമായി കിടക്കുന്ന ഭൂമിയെ അടുത്തൊരു തവണ അള്ളാഹ് വെള്ളമിറക്കുമ്പോ വീണ്ടും അതിൽ നിന്ന് ഈ സസ്യലതാദികളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു, സസ്യലതാദികളെ അവൻ ജീവിപ്പിക്കുന്നു എന്നതുപോലെ അന്നഹു യുഹ്യിൽ മൗത, അവന് ജീവിച്ചിരിക്കുന്ന ആളുകളെ മരിപ്പിക്കുകയും മരിപ്പിച്ച ആളുകളെ പിന്നീട് അതിൽ നിന്ന് ജീവിപ്പിക്കുകയും ചെയ്യും. വയദ്കുറൂന ബിഹി അന്നൽ ഫാഇല ലിദാലിക ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഇതെല്ലാം ചെയ്തു വെക്കുന്നവനാരോ അവനാണ് ആരാധനകൾ, സൃഷ്ടികളുടെ ഇബാദത്തിന് ന്യായമായും അർഹതയുള്ളത് അവന് മാത്രമാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉലിൽ അൽബാബ്, അല്ലാഹുവേ ബുദ്ധിയുള്ള സൽബുദ്ധിയുള്ള ആളുകളിൽ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. അല്ലദീന നവ്വഹത ബിദിക്രിഹിം, അവരെ കുറിച്ചാണ് ഈ വചനത്തിൽ നീ പ്രശംസിച്ചിട്ടുള്ളത്, നീ നന്നായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. നവ്വഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എടുത്തു പറയാണ്, അത് നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രശംസിച്ചുകൊണ്ട്, ഒരു പ്രശംസയോടുകൂടി ഒരു കാര്യം എടുത്തു പറയുന്നതിനാണ് നവ്വഹ, തൻവീഹ് എന്ന് പറയാം, പ്രത്യേകം ഉണർത്തുക. പക്ഷെ ആ തൻവീഹ് അധികവും എന്തായിരിക്കും? ഖൈറായ നിലക്ക് പറയുന്നതിനാണ് അധികവും തൻവീഹ് എന്ന് പറയാം. അല്ല, ഷർറായ ഒരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ അത് പ്രത്യേകം തന്നെ പറയണം. ഇവിടെ അങ്ങനെ ആമായി പറഞ്ഞത് കൊണ്ട് അവരുടെ കാര്യം നീ പ്രശംസാപൂർവം, സന്തോഷപൂർവം അവരുടെ കാര്യം നീ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഉലുൽ അൽബാബിൽ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. വഹദൈതഹും ബിമാ അഅതൈതഹും മിനൽ ഉഖൂൽ, അവർക്ക് നീ ഹിദായത്ത് നൽകി, അവർക്ക് നീ നേർവഴി കാണിച്ചു കൊടുത്തു. ബിമാ അഅതൈതഹും, അവർക്ക് നീ നൽകിയതിലൂടെ, മിനൽ ഉഖൂൽ, ബുദ്ധി, അവർക്ക് നീ ബുദ്ധി നൽകി, ആ ബുദ്ധിയിലൂടെ നീ അവർക്ക് ഹിദായത്ത് നൽകുകയും ചെയ്തു. അങ്ങനെയുള്ള ഉലുൽ അൽബാബിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം. വ അറൈതഹും, നീ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. മിൻ അസ്റാരി കിതാബിക്, നിന്റെ ഗ്രന്ഥത്തിലുള്ള രഹസ്യങ്ങൾ. വ ബദീഇ ആയാതിക്, നിന്റെ ദൃഷ്ടാന്തങ്ങളുടെയും വചനങ്ങളുടെയും ആശ്ചര്യകരമായിട്ടുള്ള വചനങ്ങളും ദൃഷ്ടാന്തങ്ങളും നീ അവർക്ക് കാണിച്ചു കൊടുത്തു. മാലം യസുൽ ഇലൈഹി ഗൈറുഹും, അവരല്ലാത്ത ആളുകൾക്ക് അതിലേക്ക് എത്താൻ കഴിയില്ല. അള്ളാഹ് ബുദ്ധി കൊടുത്ത് ആ ബുദ്ധി ലഭിച്ചവർക്ക് മാത്രമേ അതിലൂടെ ഇതിലേക്ക് എത്താൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധി നൽകിയിട്ടുള്ള ആളുകൾ, ആ ബുദ്ധിയിലൂടെ ഹിദായത്ത് ലഭിച്ച ആളുകൾ, അവരുടെ കൂട്ടത്തിൽ നീ ആക്കി തീർക്കണമേ. ഇന്നക അൻതൽ വഹാബ്, നിശ്ചയമായും നീയാണ് എല്ലാ കാര്യങ്ങളും ദാനമായി സൃഷ്ടികൾക്ക് നൽകുന്നവൻ. ഇതാണ് അതിന് നൽകിയ വ്യാഖ്യാനം. ഒന്ന് ജസ്റ്റ് നിങ്ങൾ രണ്ടാമതൊന്ന് കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കിട്ടുമായിരിക്കും. യുദക്കിറു തആല ഉലിൽ അൽബാബ്, അവരെ ഉണർത്തുന്നു. എന്ത് പറഞ്ഞു? മാ അൻസലഹു മിനസ് സമാഇ മിനൽ മാ. രണ്ടാമത് എന്താ പറഞ്ഞത്? വന്നഹു സലകഹു യനാബിയ ഫിൽ അർദ്, ഭൂമിയിലുള്ള ഉറവകളിൽ ആ വെള്ളത്തെ അവൻ പ്രവേശിപ്പിച്ചു. രണ്ട് കാര്യം പറഞ്ഞു. ഐ ഔദഅഹു ഫിഹാ യംബുഅൻ യുസ്തഖറജു ബിസുഹൂലത്തിൻ വയുസ്രിൻ, ഭൂമിയിൽ അത് നിക്ഷേപിച്ചു, എളുപ്പമായി പുറത്തെടുക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ. സുമ്മ യുഖ്രിജു ബിഹി സർഅൻ മുഖ്തലിഫൻ അൽവാനു, അങ്ങനെ ഉപരിയിൽ നിന്ന് ഇറക്കിയ വെള്ളം, ഭൂമിയിൽ സംഭരിച്ചു വെച്ച വെള്ളം, ആ വെള്ളം കൊണ്ട് അവൻ ഉണ്ടാക്കി തീർത്തു. മിൻ ബുർരിൻ വദറത്തിൻ വശഈരിൻ വറുസിൻ, ഗോതമ്പുണ്ട്, ചോളമുണ്ട്, അതുപോലെ തന്നെ ബാർലിയുണ്ട്, അരിയുണ്ട്, അതല്ലാത്ത മറ്റ് പല ഇനങ്ങൾ, പല വർണ്ണത്തിലുള്ള പലതരത്തിലുള്ള ധാന്യങ്ങൾ,
സസ്യങ്ങൾ അവൻ ഉൽപ്പാദിപ്പിച്ചു. വഗൈരി ദാലിക്, അല്ലാത്തതും. സുമ്മ യഹീജു, പിന്നെ അതിന് പകർച്ച സംഭവിക്കുന്നു, അത് ഉണങ്ങിപ്പോകുന്നു. എപ്പോഴാണ് അത് ഉണങ്ങുന്നത്? ഒന്നുകിൽ അഴുന്തസ്തിക്ക് മാറി, അല്ലെങ്കിൽ ഫീഹി, അതിനെന്തെങ്കിലും ആപത്തുകൾ വരുമ്പോൾ. അങ്ങനെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഫതറാഹു മുസ്ഫറൻ സുമ്മ യജ്അലുഹു ഹുത്താമൻ, അതിനെ ഒരു മഞ്ഞളിച്ച രൂപത്തിൽ നിനക്ക് കാണാൻ പറ്റും. പിന്നെ അത് ചവറുകളും വൈക്കോൽ തുരുമ്പുകളായി തീരും. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്, ഉലുൽ അൽബാബിന് അതിൽ ദിക്റയുണ്ട്. അവരെന്ത് ചെയ്യുന്നു? യദ്കുറൂന ബിഹാ ഇനായത റബ്ബിഹിം വറഹ്മതഹു, അവര് അള്ളാഹുവിന്റെ ശ്രദ്ധയും അവന്റെ കാരുണ്യവുമാണ് അതിലൂടെ അവർ ശരിക്കും ഓർമ്മിക്കുക. ആർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള, ആരോട് കാണിച്ച ശ്രദ്ധ? ബി ഇബാദി, അവന്റെ അടിയാറുകളോട്. എങ്ങനെയാണ് അവന് ശ്രദ്ധയും കരുതലും ഒക്കെ നൽകിയത്? ഹൈതു യസ്റ ലഹും ഹാദൽ മാ, ഈ വെള്ളം അവർക്ക് അവൻ എളുപ്പമാക്കി കൊടുത്തില്ലേ? വഖസ്സനഹു ബിഖസാഇനിൽ അർദ്, ഭൂമിക്കകത്തുള്ള സംഭരണികളിൽ അതവൻ ശേഖരിച്ചു വെച്ചില്ലേ? തബഅൻ ലിമസാലിഹിഹിം, അവരുടെ ഉത്തമ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട്. വയദ്കുറൂന ബിഹി കമാല ഖുദ്റതി, പിന്നെയും ഈ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവർ അനുസ്മരിക്കുന്ന കാര്യം അവന്റെ ഖുദ്റത്തിനെ കുറിച്ചാണ്, അവന്റെ ഖുദ്റത്തിന്റെ പൂർണ്ണതയെ കുറിച്ചാണ്. വന്നഹു യുഹ്യിൽ മൗത, അവൻ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്, പുനരുജ്ജീവിപ്പിക്കുന്നവനുമാണ്. കമാ അഹ്യൽ അർള ബഅദ മൗതിഹാ, ഭൂമി ചത്തുപോയതിനു ശേഷം, നിർജീവമായതിനു ശേഷം അതിനെ പുനരുജ്ജീവിപ്പിച്ചതുപോലെ. വയദ്കുറൂന ബിഹി, ഈ ദൃഷ്ടാന്തം, ഈ കാര്യം കണ്ടിട്ട് അവർ ഓർക്കുന്ന കാര്യം, അന്നൽ ഫാഇല ലിദാലിക ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഇതെല്ലാം ആരാണോ ചെയ്തത് അവൻ മാത്രമാണ് സൃഷ്ടികളുടെ ഇബാദത്തിന് അർഹതപ്പെട്ടവൻ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉലിൽ അൽബാബ് അല്ലദീന നവ്വഹ്ത ബിദിക്രിഹിം വഹദൈതഹും ബിമാ അഅതൈതഹും മിനൽ ഉഖൂൽ വഅറൈതഹും മിൻ അസ്റാരി കിതാബിക വബദീഇ ആയാതിക മാ ല യസ്ലു ഇലൈഹി ഗൈറുഹും ഇന്നക അൻതൽ വഹാബ്. ഇത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. ഇനി അടുത്ത ആയത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം വഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അതില് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശർഹു സദ്രി അൽ ഇബാദ് ലിൽ ഇസ്ലാം. രണ്ടാമത്തേത് നൂറും മിർ റബ്ബിഹി. മൂന്നാമത്തേത് ഖസ്വത്തുൽ ഖൽബ്. ഈ 3 കാര്യങ്ങൾ ഈ ആയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അഫമൻ, അവിടെയും ചോദ്യമാണ്, ഹംസ ഇസ്തിഫാമിന് വേണ്ടി വന്നതാണ്. അഫമൻ, അതിനാൽ ഒരുവനാണോ? ഒരുവൻ ആണോ? ഇനി പറയാൻ പോകുന്ന തരത്തിലുള്ള ഒരുവനാണോ? അങ്ങനെയല്ലാത്തവനെ പോലെയാണോ? അവനും അങ്ങനെയല്ലാത്തവരും സമമാകുമോ? അത് അതിന്റെ ഉദ്ദേശാർത്ഥമാണ്. വാക്യത്തിൽ മഫ്ഹൂം ഉണ്ടാകും, മന്തൂഖ് ഉണ്ടാകും. മന്തൂഖ് എന്ന് പറഞ്ഞാൽ നത്തഖ, ഉച്ചരിച്ചു, അഥവാ ഉച്ചരിച്ച വാക്കുകൾ, അക്ഷരങ്ങൾ, വാക്കുകൾ, ആ വാക്യത്തിൽ ഇരിക്കുന്ന ആശയങ്ങൾ. അതിന് നമ്മൾ വാക്യാർത്ഥം എന്ന് പറയും. മറ്റൊന്ന്, വാക്കിൽ കാണൂല, പക്ഷെ ആ വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് എന്ന് വ്യക്തമാകും. അതാണ് മഫ്ഹൂം, ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത്. ഏത് തരം എക്സ്പ്രഷനും ഏത് തരത്തിലുള്ള വാചകങ്ങൾക്കും ഇങ്ങനെ 2 അർത്ഥങ്ങൾ കാണും. ഒന്ന് അതിന്റെ മന്തൂഖ്, ലിറ്ററൽ മീനിങ് ആണ്. അതിൽ നാം പറയുന്ന ആശയം അതിൽ അക്ഷരങ്ങളായി, വാക്കുകളായിട്ട് അതിൽ കിടപ്പുണ്ടാവും. മറ്റൊന്ന് മഫ്ഹൂം, അത് ലക്ഷ്യാർത്ഥമാണ്. അതിന് വാക്കുണ്ടാവില്ല, പക്ഷെ അതിൽ നിന്ന് മൊത്തം ആ പ്രയോഗത്തിൽ നിന്ന്, ആ വാക്കിൽ, ആ അവതരണത്തിൽ നിന്ന് വന്നു ചേരുന്ന അർത്ഥമായിരിക്കും. അത് മഫ്ഹൂമാണ്. മഫ്ഹൂമുകൾ പലതരത്തിലുണ്ട്. അതതിന്റെ മവാനുകളിൽ, അതതിന്റെ സന്ദർഭങ്ങളിൽ ആ ഇനം മഫ്ഹൂമുകളെ സംബന്ധിച്ചൊക്കെ പറയും. പക്ഷെ ഇവിടുത്തെ മന്തൂഖ് എത്ര മാത്രമേ ഉള്ളൂ? അഫമൻ, ഒരുത്തൻ ആണോ. ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, അവന്റെ ഹൃദയത്തിന് അള്ളാഹു ശർഹ് കൊടുത്തിട്ടുണ്ട്, വിശാലത കൊടുത്തിട്ടുണ്ട്. ലിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്, ഇസ്ലാം ദീന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, അത് പിന്തുടരാൻ, അതിനൊക്കെ വലിയ മനസ്സ് വേണം, ഹൃദയവിശാലത വേണം. ആ ഹൃദയവിശാലത അള്ളാഹു നൽകിയിട്ടുള്ള ഒരുവനാണോ എന്ത് ഒരുവൻ അങ്ങനെയുള്ളവനല്ലാത്തവനെ പോലെയാണോ എന്നാണ്. അവനും ഇവനും സമമാകുമോ എന്നാണ്. അങ്ങനെ അള്ളാഹ് ശർഹ് സ്വദരിഹി, അവന്റെ ഹൃദയം വിശാലമാക്കിയത് കാരണത്താൽ ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വെളിച്ചം കൊടുത്തു, ഹിദായത്തിന്റെ വെളിച്ചം. അവൻ ആ വെളിച്ചത്തിലാണ് നടക്കുന്നത്, അതിന്മേലാണ് അവൻ പോകുന്നത്, അതിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത്, അതിനെയാണ് അവൻ പിന്തുടരുന്നത്. അവൻ ആ വെളിച്ചത്തിന് പുറത്താണ് പിന്നെ ജീവിക്കുന്നത്. ഹൃദയം വിശാലമാക്കി ആ ഹൃദയത്തിൽ ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു നിക്ഷേപിച്ചു. അവൻ പിന്നീട് ആ വെളിച്ചത്തിന് പുറത്താണ് പോണത്. അങ്ങനെയുള്ള ഒരുവനാണോ, അങ്ങനെയല്ലാത്തവനെ പോലെയാണോ എന്നാണ് എന്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ഒരുവനാണോ എന്ന് ചോദിച്ചാൽ അവൻ മറ്റുള്ളവരെ പോലെയാണോ എന്നാണ്. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൃദയത്തിന് വിശാലത കിട്ടാത്ത, ഹൃദയത്തിൽ അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചം നിക്ഷേപിക്കാത്ത, ആ വെളിച്ചത്തെ പിന്തുടർന്ന് അതിന്റെ പുറത്ത് സഞ്ചരിക്കാത്ത ഒരുത്തനെ പോലെയാണോ ഇവൻ? ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ആർക്കാണ് ആ ഹൃദയത്തിന് വിശാലത കിട്ടുന്നത്? ആർക്കാണ് ആ വിശാലത കിട്ടാതെ പോകുന്നത്? നിർമ്മലമായ ഹൃദയങ്ങൾ, സഹൃദയത്വമുള്ള ഹൃദയങ്ങൾ, ലോലമായ ഹൃദയങ്ങൾ, ആർദ്രതയുള്ള ഹൃദയങ്ങൾ, അവർക്കാണ് ശർഹ് സ്വദർ വരിക. അവരുടെ ഹൃദയത്തിലാണ് അള്ളാഹു ഹിദായത്തിന്റെ വെളിച്ചത്തെ നിക്ഷേപിക്കുക. അവർക്കാണ് ആ വെളിച്ചത്തിന്റെ പുറത്ത് മുന്നോട്ട് ഗമിക്കാൻ, മുന്നോട്ട് പോകാൻ സാധിക്കുക. എന്നാൽ ഹൃദയം കടുകട്ടിയാണ്, പാറയാണ്. പിന്നെ സുമ്മ ഖസത്ത് ഖുലൂബുഹും, ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞു, അവരുടെ ഹൃദയങ്ങൾ പിന്നെ കടുത്തുറച്ചു പോയി. ഫഹിയക്കൽ ഹിജാറ, അത് പാറകളെ പോലെ കടുത്തതായി. പാറകൾ പോലും അതിനേക്കാൾ ഭേദമാണ്. വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, പാറകളിൽ നിന്ന് പോലും അരുവികൾ ചിലപ്പോ വെള്ളം പുറത്തു വരും. അരുവികൾ പൊട്ടിയൊലിച്ച് പാറയുടെ ഇടയിലൂടെ അരുവികൾ വരുന്നത് കാണാം. വഇന്ന മിൻഹാ ലമാ യശഖഖ്, ആ പാറകളുടെ കൂട്ടത്തിൽ പിളരുന്നവണ്ട്. എന്നിട്ട് ആ പിളർന്നിട്ട് പാറയിലൂടെ ആ വെള്ളം പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. എന്നാൽ ഒന്നും സ്വാധീനിക്കാത്ത, ഒന്നും പ്രവേശിക്കാത്ത, എന്ത് കാര്യങ്ങൾ വന്നാലും കേട്ടാലും അത് സ്പർശിക്കാത്ത പാറകൾ, അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. അള്ളാഹുവിന്റെ കുറിച്ചുള്ള ദിക്റ്, അവന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അവനിറക്കിയിട്ടുള്ള അവന്റെ വചനങ്ങൾ, അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ, ഇതൊന്നും വന്നാൽ ഒരിക്കലും തൊടുന്നില്ല, ഹൃദയത്തെ തൊടുന്നില്ല, സ്പർശിക്കുന്നില്ല. അതിനു മാത്രം അത് കടുത്തുറച്ചു പോയി. അങ്ങനെയുള്ള ഹൃദയങ്ങൾക്കാണ് അള്ളാഹു നരകമൊരുക്കി വച്ചിരിക്കുന്നത്. നരകത്തിലെ ഏറ്റവും ഭയാനകമായ വൈലെന്ന് പറയുന്ന ഭാഗം അവർക്കുള്ളത് തന്നെയാണ്. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ്. അപ്പോൾ അവിടെ 3 കാര്യങ്ങളിലേക്ക് നമുക്ക് വരേണ്ടി വരും. ഒന്ന്, ശർഹു സ്വദരി അൽ മുഅ്മിൻ ലിൽ ഇസ്ലാം, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഹൃദയത്തെ അള്ളാഹു എത്ര വിശാലമാക്കി എന്നത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറും മിർ റബ്ബിഹി, അള്ളാഹുവിന്റെ നൂർ എന്താണ് എന്നുള്ളത്, അതെവിടെയാണ് വരുന്നത്, ആ നൂറിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത്. മൂന്നാമത്തേത് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, ആ നൂറ് സ്വീകരിക്കാൻ പറ്റാത്ത വിധം കടുത്തുപോയ, ഉറച്ചുപോയിട്ടുള്ള ഹൃദയങ്ങൾ, ആ ഹൃദയത്തിന്റെ ഉടമകൾ എത്രത്തോളം നാശകാരികളാണ്, എത്രത്തോളം അബദ്ധത്തിലാണ് അവർ പോകുന്നത്, അവർ എന്ത് നഷ്ടകാരികളാണ്, അവർ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണെന്നുള്ളത്. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയാൻ പോകുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്കത് തുടരാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.